ഹായ് അസ്സലാമു അലൈക്കും. എന്താ പാട്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് അടപ്രഥമൻ പായസം ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പകുതി പാല് ഞാൻ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിന് ശേഷം ഇതിലത്തെ ഈ മിക്സിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിരിക്കണം കേട്ടോ. അതിന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ നെയ്യ് 6 kg ചെറിയൊരു പാത്രത്തിൽ നെയ്യ് എടുത്തിക്കണം. പിന്നെ പാല്, പിന്നെ ഏലക്കായൊക്കെ ഇതിൽ വലിയ സാധനങ്ങൾ ഇതിലുണ്ട്. അതുപോലെ ചെറിയൊരു പാക്കറ്റ് മിൽക്ക് മെയ്ഡ് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഞാൻ ഇതുപോലെ ഒരു പായസം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു അടപ്രഥമൻ. ആ മിക്സും ഇതും രണ്ടും രണ്ട് മോഡലാണ് കേട്ടോ. ഇതിൽ കണ്ടാൽ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല, അതൊരു പാൽ ഉറപ്പിച്ച പോലത്തെ, അതുപോലത്തെ ഒരു മുട്ടായി ഉണ്ടാവില്ല, നമ്മൾ ചില നേർച്ച സ്ഥലത്തൊക്കെ പോയാലുണ്ടാവില്ല, ഒരു വെള്ള മുട്ടായി, അതേപോലത്തെ ഓരോ കട്ട സാധനങ്ങൾ. അപ്പോൾ ഞാൻ ആ മിക്സ് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വരാനാകുമ്പോൾ തന്നെ ഒച്ച വരാണ്ട് തുടങ്ങില്ല. അപ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കി ഇട്ടാൽ മതി. എന്നിട്ട് ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ തീയൊന്ന് ഓണാക്കി കൊടുത്തിക്കണം. ഇനി ഇതൊന്ന് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഞാനിത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറിലും ആയി കിട്ടിയിരിക്കണം. അത്യാവശ്യം ഒരു കുറുക കട്ടിയിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാലുണ്ടല്ലോ, അതൊന്ന് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ച പാല് ഫുള്ളും ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിക്കണം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റോളൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടുണ്ട് കുറുകി വരണ്ട. ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗം ഉണ്ടാവില്ല നമ്മളൊരു പായസത്തിനുള്ളൊരു കട്ടി. ആ ഒരു ലെവലിലേക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കട്ടോ. ഇനി അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പാലാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവുമല്ലോ ഒരു അടി പിടിക്കൽ, പിന്നെ അത് തിളച്ച് പൊന്തി പോവുകയും ചെയ്യുമല്ലോ, അത് കാരണമാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തീയൊന്ന് ഓഫാക്കിയിരിക്കണം. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഞാനിത് ഫുള്ളും ഇതിലേക്ക് ഒഴിക്കണില്ല കേട്ടോ. ഇത് നല്ല മധുരമുണ്ട്. ഇതിൽ പഞ്ചസാര കൂടുതലാണ് ഈ പാക്കറ്റിൽ. അപ്പോൾ മിൽക്ക് മെയ്ഡ് പകുതിയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഫുൾ ഒഴിക്കുമ്പോഴത്തേന് മധുരം നല്ല കൂടുതലാണ്. അപ്പോൾ ആ മിൽക്ക് മെയ്ഡ് പകുതിയൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് പാടിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിക്കണം കേട്ടോ. കണ്ടത് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ പായസത്തിൽ കുടിക്കാനുള്ള അത്യാവശ്യം കട്ടിയുണ്ട്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഈ പായസത്തിൻ്റെ നല്ലൊരു പിങ്ക് കളറും ആയി കിട്ടിയിരിക്കണം. നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു പായസത്തിൻ്റെ പാക്കറ്റ് മിക്സ് കേട്ടോ. ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം. അതിന് ശേഷം ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് തൂമിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് സമതാക്കാൻ്റെ പണി ഉണ്ടായിരുന്നു. ഒരു അണ്ടിപ്പരിപ്പ് എടുത്തിങ്ങോട്ട് പോക്ക്. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി പായസത്തിൻ്റെ മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഇനി ഈ രീതിയിൽ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കിയിട്ടാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.